കഴിഞ്ഞ രാത്രിയിൽ ദൈവജനത്തോട് സംസാരിക്കാൻ കർത്താവിനെ ഏൽപ്പിച്ച ഒരു വളരെ ഗൗരവമേറിയ ചിന്താഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. നമുക്കെല്ലാവർക്കും പരിചയമുള്ള വചനഭാഗമാണ് വായിച്ചു കേട്ടത്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 14-ാമത്തെ വാക്യം. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയെ വളരെ വിട്ടുവീഴ്ചയില്ലാത്ത ശബ്ദങ്ങളോടുകൂടെ ക്രിസ്തുവിലെ സ്വാതന്ത്ര്യത്തിൽ അവരെ ഉറപ്പിക്കേണ്ടതിന് വളരെ കർശനമായ നിയോഗത്തോടെ ഭാഷ്യത്തോടുകൂടെ ജനത്തോട് സംസാരിച്ച ലേഖനമാണ് ഗലാത്യ ലേഖനം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞ ഒരു ശ്രദ്ധേയമായ ഭാഗമാണ്: ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കും, അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ക്രൂശിക്കപ്പെട്ടവർ, നമ്മൾ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടവർ എന്ന ഒരു തലവാചകം കൊടുത്ത് ഇന്ന് രാത്രിയിൽ ഈ ചിന്തയെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കർത്താവിൽ ശരണപ്പെടുക. ഗലാത്യ സഭയുടെ പിന്മാറ്റത്തെ ചികിത്സിക്കുന്ന ഒരു വലിയ ആത്യന്തിക ഉദ്ദേശമാണ് ഈ ലേഖനത്തിലുള്ളത്. അവരുടെ ഗൗരവമേറിയ പിന്മാറ്റത്തെ ചികിത്സിക്കുകയാണ്. ഗലാത്യ സഭയുടെ പിന്മാറ്റത്തെ ചികിത്സിക്കുകയാണ്. ഇപ്പം ഈ സഭ ഒന്നടങ്ങി, ഇവരെല്ലാം സഭയാണ്, ജനമാണ്, വിശ്വാസികളാണ്, പാട്ട് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നടക്കുന്നെങ്കിലും ഈ സഭയുടെ ആത്യന്തികമായ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ചിലർ നേർരേഖയിലും മറ്റു ചിലർ നേർരേഖ എന്ന് തോന്നിപ്പിക്കുന്ന സമാന്തരമായ പാതയിലും കൂടെ പോവുകയാണ്. ചിലർ നേർരേഖയിലാണ്, എന്നാൽ ചിലർ നേർരേഖയിലല്ല. അവിടെ ആത്മീയ തീവ്രമാണ്. നേർരേഖ എന്ന് തോന്നിപ്പിക്കുന്ന സെയിം റൂട്ടിലൂടെ യാത്രയാണ്. സമാന്തരമായ ഒറ്റ നോട്ടത്തിൽ നമ്മൾ വിചാരിക്കും പുള്ളി വിശുദ്ധനാണെന്ന്. സ്തോത്രം. ആ വിശുദ്ധ ചുംബനത്തിനൊക്കെ ചെന്നാൽ ഇവിടെ വേണം, ഇവിടെയും കൂടി ഒരുമ്പ തന്നു വിടും. സ്തോത്രം. അത്രയ്ക്ക് വിശുദ്ധിയാണെന്ന്. പക്ഷെ ഇവൻ നേർരേഖയിലല്ല. മറ്റുള്ളവരെ തോന്നിപ്പിച്ച് ഒരു സമാന്തരമായ പാത സൂക്ഷിച്ച് ഈ യഥാർത്ഥ വഴിക്ക് വിരുദ്ധമായി സഞ്ചരിക്കുകയാണ്. അതൊരു വിഭാഗം ഈ സഭയ്ക്കകത്തുണ്ട്. മാത്രമല്ല, സ്ഥിരതയല്ലാത്ത പ്രകൃതക്കാരായിരുന്നു ഗലാത്യ സഭ. രണ്ടുവിധ വിഭാഗങ്ങളാൽ ഗലാത്യ സഭ ദുർബലമായിരുന്നു. രണ്ട് വിഭാഗങ്ങൾ. ഒന്നാമത്തെ കൂട്ടർ പിന്മാറിയവരാണ്, രണ്ടാമത്തെ കൂട്ടർ പിന്മാറ്റുന്നവർ. ഇത് രണ്ടും ഇതിനകത്തുണ്ട്. സ്വത്രം. ഒന്നാമത്തേത് പിന്മാറിയവരാണ്, രണ്ടാമത്തേത് പിന്മാറ്റുന്നവർ. ഞാൻ അതിനൊന്ന് രണ്ട് വാക്യങ്ങൾ പറഞ്ഞു വിടാം. ഗലാത്യ ലേഖനം 1:6 പെട്ടെന്ന് ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിച്ചാൽ മതി, നമ്മൾ വിശദീകരിക്കുന്നില്ല. അവിടെ പറയുന്നു മറിഞ്ഞവർ എന്നൊരു പ്രയോഗമുണ്ട്. അപ്പോൾ ഇവിടെ മറിഞ്ഞവർ, അതും ഇച്ചിരി കാലപ്പഴക്കം വന്ന് തെന്നി വീഴുകയല്ല, ഇത്ര പെട്ടെന്ന് അല്ലേ. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കേ. അപ്പോൾ ആ ശുശ്രൂഷകന്റെ ധൈര്യം നിങ്ങൾ നോക്കണം. എൻ്റെ പ്രസംഗം കൊണ്ട്, എൻ്റെ ശുശ്രൂഷാകാലം കൊണ്ട് എന്ത് ചെയ്തു? നിങ്ങൾ കുറെ കോമഡി പഠിച്ചെന്നല്ല, ആണോ? എൻ്റെ പ്രസംഗം തികയുമ്പോൾ, പൗലോസിന്റെ പ്രസംഗത്തെക്കുറിച്ചുള്ള പ്രാഗൽഭ്യ 3:1 പറയുന്നത്, ആമേൻ, എൻ്റെ പ്രസംഗം തീർന്നപ്പോൾ, എൻ്റെ ശുശ്രൂഷാകാലം തികയുമ്പോൾ ഞാൻ എന്ത് ചെയ്തിരുന്നു? നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ വരച്ചിരുന്നു. അതായിരിക്കണം ഒരു ശുശ്രൂഷകന്റെ പ്രാഗൽഭ്യം. ദൈവവചനം സംസാരിക്കുമ്പോൾ 1 മിനിറ്റ് സംസാരിച്ചുള്ളൂ. കേൾവിക്കാരൻ്റെ ഹൃദയത്തിൽ ദൈവബോധം ഉണ്ടാകണം. ക്രിസ്തു വരയപ്പെടണം, ക്രിസ്തുവിനെ വരയ്ക്കണം. നമുക്കിന്ന് മറ്റെല്ലാം പാട്ടും കൂത്തും ആമേൻ മറ്റെല്ലാമൊക്കെയായി, ആമേൻ നമ്മളെ ആവേശം കൊള്ളിക്കുന്ന, ജഡത്തെ സുഖിപ്പിക്കുന്നതൊക്കെയായി പ്രയോജനമുള്ളതെല്ലാം മറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് മറ്റൊരിടത്ത് പറയുന്നുണ്ട്, അപ്പോസ്തലപ്രവൃത്തി പറയുന്നുണ്ട്, പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനായി അറിയിച്ചു തന്നെന്ന്. അപ്പോൾ ഈ ഗലാത്യ സഭയിലും വളരെ കർശനമായി പറയുന്നുണ്ട്, ഞാൻ അറിയിച്ചു, ഞാൻ പ്രസംഗിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് അവരോട് പറയും, നിങ്ങൾ ഇത്ര വേഗം മറിഞ്ഞുപോയി. ഇവർ മറിഞ്ഞവരാണ്. രണ്ടാമത്തത് 3:1, ഇവർ മയങ്ങിയവരാണ്. ഇവർക്ക് ബുദ്ധിയില്ല എന്നുള്ള ആരോപണം അവിടെ നിലനിൽക്കുന്നു. 3:1. സഹോദരൻ, നിങ്ങളെ മയക്കി. അവിടെ പറയുന്നുണ്ട് ബുദ്ധിയില്ലാത്ത പാസ്റ്റർ വിശ്വാസികളെ വിളിക്കുകയാണ്. ബുദ്ധിയില്ലാത്ത ലാസ്റ്റ് സഭായോഗം നമ്മുടെ ഇവിടെ ആണെങ്കിൽ അല്ലേ, ലാസ്റ്റ് മീറ്റിംഗ്. കേരളത്തിലാണെങ്കിൽ പിന്നെ കാസർഗോഡ് നോക്കിയാൽ മതി.
അല്ലേ? എടുത്തെറിഞ്ഞു കളയും. എല്ലാവരോടും ഒരു ഒപ്പിട്ട് അന്നേരം പുള്ളിയെ മാറ്റി തട്ടിക്കളയും. സ്വത്രം. നമുക്കിഷ്ടം ഏതാ? അല്പം പൊടി കുരുത്തക്കേടൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ മകനെ എന്നൊന്ന് വിളിക്കുമ്പോൾ അയ്യോ മനസ്സങ്ങ് കരയും. എത്ര കരയാത്തവരും കരഞ്ഞു പോകും. ഇവിടെ പിന്മാറിയവരോട് പറയുക, നിങ്ങൾ ബുദ്ധിയില്ലാത്തവരാണെന്ന്. ഈ ബുദ്ധിയില്ലാത്ത പ്രയോഗം ഞാൻ പല പ്രാവശ്യം ഇവിടെ നടത്തിയിട്ടുണ്ട്. അമ്മേ, നിങ്ങളുടെ ദൈവസ്നേഹത്തിൽ അതെല്ലാം പൊറുക്കുന്നു തോർത്തിയ സ്വോത്രം. അതോ നിങ്ങൾക്ക് മനസ്സിലാകാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ എബ്രായ ലേഖനം അകത്തെ മനുഷ്യനെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കേൾപ്പാൻ മാന്യമുള്ളവരായെന്ന്. അമ്മേൻ. പറയാൻ ഒത്തിരി ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് തെളിയിച്ചു തരാൻ വിഷമം. കാരണം നിങ്ങൾ കേൾപ്പാൻ മാന്യം, അല്പം മാന്യമായ ഭാഷയാണേലും ശരിയായ അർത്ഥം മന്ദബുദ്ധി എന്നാണ്. അപ്പോൾ നിങ്ങൾ ബുദ്ധിയില്ലാത്തവരെന്നവരോട് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇതിനെ ഗ്രഹിക്കാനുള്ള ശരിയേത് തെറ്റേത്. ഇവിടെ പുരോഹിത വർഗത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അവർ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്യുന്നു, അവർ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. ഇവരുടെ പ്രസംഗം കഴിയുമ്പോൾ ജനത്തിന് തോന്നുകയാണ് നമ്മളും ദൈവം ഏതാണ്ട് ഒരുപോലാണെന്ന്. അതാണ് ആ വാക്യം. അതിലെ പുരോഹിതന്മാർ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്യുന്നു, എൻ്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു, ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല, മലിനവും നിർമ്മലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നില്ല, ഞാൻ അവരുടെ മധ്യ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവർ എൻ്റെ വിശുദ്ധിയെ നോക്കാൻ അവരെന്ത് ചെയ്യുക? ആ ശബത്തുകളെ ആചരിക്കാതെ കണ്ണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രസംഗം കഴിയുമ്പോൾ ജനത്തിന് തോന്നുകയാണ് നമ്മളും ദൈവമൊക്കെ ഏതാണ്ട് ഒരേ ലെവലാണ്, വലിയ വിശുദ്ധി ഒന്നും ഇല്ലെങ്കിലും. ഓക്കെ, 2-3 പേരുണ്ട്. നമ്മൾ കുറെ വാക്യങ്ങളിലാണ്, വാക്യങ്ങളിലല്ല നമ്മൾ പഠിക്കുന്നത്, വാക്കുകളിലാണ് പഠിക്കുന്നത്. 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും യവൻ കൂടിയാലും വരികയില്ല. ആ മഹത്വത്തിൽ ജീവിക്കുന്നവൻ കൂടണം. സ്തോത്രം. ആര് കൂടിയാലും വരികയില്ലെന്ന്. അവന്റെ വഴിയിൽ നടക്കുന്നവൻ എവിടെ ഉണ്ടോ. സ്തോത്രം. അപ്പോൾ പിന്മാറിയ ഒരു കൂട്ടം ഇവിടെ ഉണ്ട്. ഇവിടെ ഒരുപാട് ഭാഗങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തെ കടമ പിന്മാറ്റുന്നവർ. ഗലാത്യലേഖനം 1:7 അവിടെ പറഞ്ഞു കലക്കുന്നവര്. ചിലർ നിങ്ങൾ എന്ത് ചെയ്യാണ്? കലക്കിക്കളയുകയാണ്. വേറൊരു സുവിശേഷം പറയുന്നു, യഥാർത്ഥ സുവിശേഷമല്ല, പറഞ്ഞു നിങ്ങളെ കലക്കുന്നു. 3:1 നമ്മൾ വായിച്ചു, മയക്കുന്നു. മയങ്ങിയവരെന്ന് പറയുമ്പോൾ അവിടെ മയക്കുന്നവരെ കാണാം. ഇനി 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് നോക്കിയാട്ടെ. 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ അത് രണ്ടും അങ്ങോട്ട് ചേരുന്നില്ലല്ലേ. ഒന്നീ സഹോദരനായിരിക്കണം, അല്ലെ കള്ളനായിരിക്കണം. ഈ കള്ള സഹോദരൻ ആരാ? കള്ള സഹോദരൻ ആരാ? ഇവര് പുറത്തുനിന്ന് വന്നവരല്ല, പുറത്തുനിന്ന് വന്നവരാണ്. എല്ലാവരും രക്ഷിക്കപ്പെട്ടു, ഇവർ രക്ഷിക്കപ്പെട്ടു, എല്ലാവരും സ്നാനപ്പെട്ടു, ഇവർ സ്നാനപ്പെട്ടു. വന്ന മാർഗം ഒന്നാണെങ്കിലും വന്നതിന് ശേഷം ആമേൻ അവൻ സഹോദരനല്ല. പുറകിലത്തെ പ്രമാണം ഉപേക്ഷിക്കാതെ, പൂർവ്വ നിയമങ്ങളെ ഉപേക്ഷിക്കാതെ അകത്ത് കടക്കുക ചെയ്തു. എന്നിട്ട് ഇതിനകത്തുള്ളവനെ വഴിതെറ്റിക്കുന്ന കള്ള സഹോദരന്മാർ. അവൻ സ്നാനപ്പെട്ടോ എന്ന് ചോദിച്ചാൽ സ്നാനപ്പെട്ടു, രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടു. പക്ഷേ അവനെ തെറ്റിക്കുകയാണ്. അകത്തുള്ളവനെ എന്ത് ചെയ്യുക? തെറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെക്കുറിച്ച് അവൻ നുഴഞ്ഞു വന്നു എന്ന്. അപ്പം നുഴഞ്ഞു വന്നു അങ്ങനെയും ചിലതുണ്ട്. നുഴഞ്ഞു വന്നവർ, കലക്കുന്നവർ, മയക്കിയവർ, നുഴഞ്ഞു കയറിയ കള്ള സഹോദരന്മാർ. ഒറ്റ വാക്ക, സഹോദരൻ കട്ട് ചെയ്യാം. സഹോദരന്റെ വേഷം ധരിച്ച കള്ളന്മാർ. ഇച്ചിരൂടെ കയറ്റി പറയാം. പാസ്റ്ററിന്റെ, വിശുദ്ധന്റെ, പ്രവാചകന്റെ വേഷം ധരിച്ച കള്ളന്മാർ. അവരെന്ത് ചെയ്യുക? അവർ നിങ്ങളെ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്രം കലക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു സുവിശേഷം പറയുക. ഇനി മറ്റൊരു കാര്യം പറയുന്നത് മക്കളെ, ഈ കലക്കുന്നവൻ അടി കൂടുതലാണ് കേട്ടോ. ഇടർച്ച വരുത്തുന്നവനോട് ദൈവത്തിന് ഒരു ക്ഷമയില്ല. അത് സഭയാണേലും ശരി, ടീമാണേലും ശരി, കുടുംബമാണേലും ശരി, കലക്കുന്നവനോട് ദൈവത്തിന് ഒരു വിട്ടുവീഴ്ചയില്ല. സഹോദരൻ, ലൂക്കോസ് 17:1 അവർക്ക് അയ്യോ കഷ്ടമെന്ന് പറയുന്നു. 17:2 അവനെ കടലിൽ താക്കണമെന്ന് പറയുന്നു. വായിച്ചു. ഞാനല്ല, യേശു പറഞ്ഞ. ഇടർച്ച വരാതിരിക്കുന്ന അസാധ്യം എന്ന് വെച്ചാൽ സഹോദരങ്ങളെ, നമ്മൾ വിവിധ സ്ഥല സാഹചര്യങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. നമ്മൾ വിവിധ മാതാപിതാക്കളാൽ പരിപാലിക്കപ്പെട്ടവരാണ്. നമ്മുടെ രക്തത്തിലെ, നമ്മുടെ സ്വഭാവത്തിലെല്ലാം വ്യത്യസ്തതകളുണ്ട്. നമ്മൾ കൂടിയിരിക്കുമ്പോൾ എന്തുണ്ടാകും? സ്വാഭാവികമായും ചില വാക്കേറ്റങ്ങൾ, ചില തെറ്റായ അഭിപ്രായങ്ങൾ എല്ലാം ഉണ്ടാകും. ഇടർച്ച വരാതിരിക്കുന്നത് അസാധ്യം. എന്നാൽ അത് വരുത്തുന്നവനയ്യോ കഷ്ടം.
ഇപ്പം ഞാനും ഷൈനിജാനും കൂടെ ഒരുമിച്ചൊരു 3 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോട് എല്ലാത്തിനും എനിക്ക് യോജിക്കണമെന്നില്ല, എൻ്റെ എല്ലാ അഭിപ്രായത്തിലും അദ്ദേഹം യോജിക്കണമെന്നില്ല. സ്വാഭാവികമായി എന്തുണ്ടാകും? വിരോധാഭിപ്രായങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഞാനും ഷൈനിജാനും ആരാണെന്നുള്ള ഉത്തമമായ ബോധ്യത്തോടെ അവിടെ രമ്യപ്പെടണം. ഇടർച്ച വരാതിരിക്കുന്നത് അസാധ്യം. പക്ഷെ വരുത്തുന്നവൻ എന്ന് പറഞ്ഞാൽ ഈ കലക്കാൻ വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടവരുണ്ട്. ഹലോ, എന്നോടൊപ്പം ഉണ്ടോ? ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടാണ് നിൽക്കുന്നത്. സ്വത്രം വന്നതിൻ്റെ പിറ്റേ ആഴ്ച തന്നെ എടുത്തു. ഞാൻ അന്നേ നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ കുറഞ്ഞ പക്ഷേ എന്നെ പറഞ്ഞെങ്കിലും വിടും. അതൊരു ധൈര്യം എനിക്കുണ്ട്. സ്വത്രം. ഹലോ, ഇനി ഒരാഴ്ചയും കൂടെ ബാക്കിയുള്ളൂ. ആമേൻ. കർത്താവിനെ ഏൽപ്പിച്ച വചനത്തിൻ്റെ അതിപ്രധാനമായൊരു ഭാഗമാണ് പറയുന്നത്. കലക്കുന്നവനോട് ദൈവത്തിൻ്റെ ഒരു വിട്ടുവീഴ്ചയില്ല. അവൻ എന്ത് ചെയ്യണം? അടുത്ത ഭാഗം പറയുന്നത് മത്തായി സുവിശേഷത്തിലേക്ക് വരാം. 17:2 വായിച്ചാട്ടെ. കർത്താവ് പറയും അവൻ എന്ത് ചെയ്യണം? 2 പേര് കൂടിയിരുന്ന് അതിൻ്റെ അകത്ത് കയറി ഓടക്കുണ്ടാക്കുന്നവൻ എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിപ്പിക്കുന്നവനെ കർത്താവ് പറയും അവൻ്റെ കഴുതി തിരികല്ല് കെട്ടി. എന്തിനാ അവരെ കടലിൽ താക്കണമെന്ന് പറഞ്ഞറിയോ? ഈ മത്തായി സുവിശേഷം 22:13, 25:30 2 പേരെ ഇരുട്ടിലോട്ട് വിട്ടിട്ടുണ്ട്. ഹലോ, അത് പിന്നെ ഇച്ചിരി മയമുണ്ട്, ഇരുട്ടില്ല, ജീവനോടെങ്കിലും കിടന്നോളും. അപ്പൊ ഈ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് വിടുകയാണ്. അത് 22:13. ഇനി 25:30. ഈ 2 പേര് ഓൾറെഡി എവിടെ ഉണ്ട്? പറ. അപ്പൊ അവരുടെ ഒരു ഐക്യത അവിടെ ഉണ്ട് കേട്ടോ. 2 പേര് ഇരുണ്ട്. കർത്താവ് പറഞ്ഞു ഇവനെ ഇരുട്ടിലോട്ടും വിടണ്ട, കാരണം ഇവൻ അവിടെയും ചെന്ന് കലക്കും. ഇവനെ കഴുത്തിൽ തിരികല്ല് കെട്ടി എന്ത് ചെയ്യാം? ദൈവം നമുക്ക് നൽകിയ നാവ്, വാക്കുകൾ അത് കൃപയോടുകൂടിയതാകട്ടെ. സഭയോട് ഇന്ന് രാത്രി ഒരു പ്രവചന ദൂതായി വിളിച്ചു പറയാം. സഭയെ കലക്കി വിഭിന്നമാക്കാൻ നോക്കുന്ന പൈശാചിക സൂത്രങ്ങളോട് സഭ ആത്മാവിൽ അതിനെ നേരിടണമെന്ന്, അധികാരത്തോടെ നേരിടണമെന്ന്, വിശുദ്ധിയോടെ നേരിടണമെന്ന് ഇന്ന് രാത്രി സഭയോട് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ചെറിയ കൂട്ടത്തെ കലക്കി കളയാൻ നോക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളോട് ദൈവസഭ പടപൊരുതണം. സഭ നമ്മുടെ അല്ലെന്ന്, സഭ എൻ്റെ അല്ല, സഭ നിങ്ങളുടെ അല്ല, സഭ ഗോശിപ്പാസിന്റെ അല്ല, സഭ സലിച്ചാന്റെ അല്ല, സഭ ഷിജുപ്പാസിന്റെ അല്ല, സഭ ഷൈനിച്ചാന്റെ അല്ല, സഭ കർത്താവിന്റെയാണ്. സഹോദരൻ, ഇവിടുത്തെ അവിടെ പറഞ്ഞ് അവിടുത്തത് ഇവിടെ പറഞ്ഞ് ഇവിടുത്തെ അവിടെ ചെന്ന് കലക്കുന്നവനെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. സഭ ഒരു യുദ്ധകാലം ഈ വന്ന ഇറാന്റെ മിസൈലൊന്നും അല്ല കേട്ടോ. ഇറാന്റെ വന്നു ഇന്നിപ്പോൾ സൈഡിൽ കൂടെ അങ്ങാണ്ട് പോയെന്ന് കേട്ടു. സ്വത്രം അമ്മേ, ഇതൊന്നുമല്ല. സഭ ഒരു ചെറിയ യുദ്ധകാലത്തിലൂടെ പോകാനുള്ള സമയമായിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി ഏറെ വൈകിയും ദൈവാത്മാവ് സംസാരിച്ചൊരു വാക്ക് ദൈവസഭയോട് പറയുന്നു. ചില പ്രതിസന്ധികളിലൂടെ സഭ മുന്നോട്ട് പോകും, പക്ഷെ നിങ്ങൾ വിശ്വസ്തയോടെ നിൽക്കണം. ഇടർച്ചകൾക്ക് അനുവാദം കൊടുക്കാതെ ആത്മാവിൽ ഐക്യപ്പെടണമെന്ന് പരിശുദ്ധാത്മാവ് സഭയെ നോക്കി ഇന്ന് രാത്രി ബുദ്ധി ഉപദേശിക്കുകയാണ്. ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ ആ ഭാഗമെല്ലാം വിടുന്നു, സമയം ഒത്തിരി കടന്നു പോകുന്നല്ലോ. ആമേൻ. ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം. അപ്പോൾ ഈ 2 ഗണം പിന്മാറിയവരാലും പിന്മാറ്റുന്നവരാലും ഇവരുടെ പ്രസംഗം, ഇവരുടെ പ്രബോധനം, ഇവരുടെ ഇടപാട്, ഇവരുടെ ചലനങ്ങൾ യഥാർത്ഥ സുവിശേഷത്തിന്റെ സത്യത്തിൽ നിന്ന് വഴുതി മാറ്റുന്ന 2:4 പറയുന്നുണ്ട്. അവൻ 2:4 5-ാമത്തെ വാക്യം നോക്കിയാട്ടെ. 5-ാമത്തെ വാക്യത്തിൽ ഗലാത്യലേഖനം 2:5 ശുശ്രൂഷകന്റെ നിലപാടാണത്. കലക്കുന്നവരാൽ ജനമെല്ലാം ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, ജനം മയങ്ങിയും മാറിയും പുറകോട്ട് പിരിയാൻ അവർ പ്രേരണ അവർക്ക് നൽകുമ്പോൾ, ആമേൻ, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, വിട്ടുവീഴ്ചകളില്ലാത്ത നിലപാട് പറയുന്നു, നടപടി പറയുന്നു, ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ലെന്ന്. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിൽക്കാതിരിക്കാൻ ഇവർ വന്ന് നിങ്ങളെ തെറ്റിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവമക്കളെ, ശുശ്രൂഷകളെ കണ്ണും പൂട്ടി സ്വീകരിക്കുകയല്ല, വിവേദിക്കാനുള്ള ഒരു ആത്മീയ പ്രകാശനം ഉണ്ടായിരിക്കണം. ഒരാമേൻ പറഞ്ഞാട്ടെ. കലക്കുന്നതിനെ തിരിച്ചറിയണം. ഉപദേശ വിഷയത്തിൽ, വിശുദ്ധിയിൽ, കൂട്ടായ്മയുടെ ഐക്യതയിൽ, ദൈവിക സമയത്തെ ദൈവിക സമ്പ്രദായങ്ങളിൽ നിന്ന് നമ്മളെ കലക്കിക്കളയുന്ന, അകറ്റിക്കളയുന്ന ഇരുട്ടിന്റെ സ്വാധീനങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ നടപടി സ്വീകരിക്കാനുള്ള ആത്മീയ വെളിപ്പാട് നമുക്കുണ്ടായിരിക്കണം.
കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമുക്ക് മടങ്ങി വരാം. ഗലാത്യയിലെ നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് വരാം. അവിടെ പറയുന്നു, ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടു, ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടു. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ, സമയം തീർന്നു, ഇവർ കടന്നുപോയ സാഹചര്യം എന്താണെന്നറിയാമോ? ഇവരെ പിന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവർ ഏതിനെ വിട്ടിട്ട് വന്നോ, ഏത് ഉപേക്ഷിച്ച് വന്നോ, ആമേൻ, ഇപ്പം ഇവരോട് പറയാ അതൊന്നും വിടണ്ടായിരുന്നു. ഇപ്പം എല്ലാം കൂടെ വിട്ടിട്ട് എന്ത് കൊടുക്കാനാ? വിട്ട ന്യായപ്രമാണം ചുമ്മാ മണ്ടത്തരമായിരുന്നു കാണിച്ചത്. ക്രൂശിൻ്റെ മഹത്വം കുറയ്ക്കുകയും വിട്ടുകളഞ്ഞ ന്യായപ്രമാണത്തിലേക്ക് അവർ തിരികെ യാത്ര ചെയ്യുവാൻ ഇവരെ പ്രേരിപ്പിക്കുകയാണ്. സ്തോത്രം. യേശു ക്രൂശ് ഒന്നും വിഷയമുള്ള കാര്യമല്ല. ക്രൂശല്ല വിഷയം. വിശ്വാസത്താൽ പ്രാപിച്ച നീതീകരണവും വിശ്വാസത്താൽ പ്രാപിച്ച വീണ്ടെടുപ്പും വിശ്വാസത്താൽ പ്രാപിച്ച പുത്രത്വമൊക്കെ നിസ്സാരമെന്ന് എണ്ണിയിട്ട് ഇവരെന്ത് ഉപേക്ഷിച്ചോ അതിലേക്ക് ഇവരെ മടക്കിക്കൊണ്ടുവരികയാണ്. സ്തോത്രം. വിട്ടെറിഞ്ഞ് ഇപ്പൊ ചിറകൊക്കെ തോന്നി തുടങ്ങി എല്ലാം ഒന്നും ഉപേക്ഷിക്കണ്ടായിരുന്നെന്ന്, ഇതൊക്കെ എല്ലാം കൂടെ ഒന്നും വാരിക്കൂട്ടി കളയണ്ടായിരുന്നെന്ന് ഒന്ന് മനസ്സ് പുറകോട്ട് ചഞ്ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ വ്യവസ്ഥിതിക്കെതിരെയാണ് പൗലോസ് പറഞ്ഞത്, നീ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ? നീ ലോകത്തിനും ലോകം നിനക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ക്രൂശ് എന്ന വ്യവസ്ഥ എന്താണ്? കുരിശ് നമുക്ക് നൽകുന്ന പാഠം, ക്രൂശ് നമുക്ക് നൽകുന്ന പാഠം പാപബന്ധത്തെ വിച്ഛേദിച്ച് നിത്യജീവന്റെ പുതുവഴി തുറന്നതാണ് ക്രൂശെങ്കിൽ. എന്താണ്? ലോകത്തിനും ഞാൻ എന്തിനാ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ, ലോകത്തിനും എനിക്കും മധ്യ ഒറ്റ വ്യവസ്ഥയുള്ളൂ, അത് മരണം. ലോകത്തിൻ്റെ മോഹങ്ങൾക്ക്, ലോകത്തിൻ്റെ സ്വാധീനങ്ങൾക്ക്, ഇവിടെ ലോകം നമ്മൾ ഈ ലോകം എന്ന് പറയുമ്പോൾ ചിലരുടെ ചിന്ത, എന്നാൽ ഇവൻ ഈ ഭൂമി ജീവിക്കണ്ടല്ലോ, വിട്ടുപോയാൽ പോരെന്നാ. സ്തോത്രം. ഇവിടെ ലോകം എന്ന് പറയുന്നത് ഭൂമി എന്നതിനെ ചിന്തിച്ചുകൊണ്ടല്ല, ദൈവത്തിനെതിരെയുള്ള വ്യവസ്ഥിതിയാണ് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഇത് നമ്മൾ തമ്മിൽ ഒത്തുപോകില്ല. നീ അതിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ, ക്രൂശിൽ ഇക്കിളി എടുക്കുകയല്ലായിരുന്നു, ക്രൂശിൽ പ്രാണൻ വെടിയുകയായിരുന്നു, ക്രൂശിൽ ചിരിക്കുകയല്ലായിരുന്നു, ക്രൂശിൽ കരയുകയായിരുന്നു, ക്രൂശിൽ രൂപഗുണം നഷ്ടമാകുകയായിരുന്നു, ക്രൂശിൽ തകരുകയായിരുന്നു. അതാണ് ക്രിസ്തു നൽകിയ പാഠം. സ്വത്രം പറഞ്ഞാട്ടെ. ലോകം നമ്മളിലേക്ക് വശീകരിക്കാൻ അനുവാദം കൊടുക്കാതെ, നാം ലോകത്തിലേക്ക് ബന്ധപ്പെടാൻ അനുവാദം കൊടുക്കാതെ, ക്രൂശ് എന്ന വ്യവസ്ഥ. ചിലരൊക്കെ ഈ ക്രൂശിനെ തിരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ക്രൂശിൽ നിന്ന് ചാടി ഇറങ്ങുകയാണ്. ഒരു വികാരം വരുമ്പോൾ, ഒരു ചെറിയ കോപം വരുമ്പോൾ, ഒരു ഭിന്നത ഉണ്ടാകുമ്പോൾ ക്രൂശ് തിരിച്ച് താഴേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ക്രൂശിക്കപ്പെട്ടവരെന്നുള്ള ഉത്തമ ബോധ്യമെല്ലാം മാറ്റിവെച്ച് കഴിഞ്ഞ നാളുകളെ പോലെ പഴയ കോപം. ഒരു പാസ്റ്റർ ഇതുപോലെ പുതിയ മനുഷ്യനും പഴയ മനുഷ്യനും തമ്മിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഈ മിക്സർ ചെയ്യുന്നവനോട് കുറേ നേരം കൊണ്ട് പറയുന്നുണ്ട്, സൗണ്ട് കയറ്റി കയറ്റി വെക്ക്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുകയാണ്. അപ്പോൾ ഈ പാസ് ഞങ്ങൾ അവിടെ സദസ്സിലിരിപ്പുണ്ട്. ഇദ്ദേഹം ഇറങ്ങി വന്ന് പറഞ്ഞു, എൻ്റെ പഴയ മനുഷ്യനായിരുന്നെങ്കിൽ ഈ മൈക്ക് ആ തേയിലത്തോട്ടത്തിൽ കിടന്നേനെ എന്നാണ്. അത്രയ്ക്ക് അരിശം വന്നുപോയി. പിന്നെ അത് ചൂടാകാൻ പറ്റുമോ? പുതിയ മനുഷ്യനായോണ്ട് ഞാൻ നിന്നെ ഒന്നും പറയുന്നില്ലെന്ന്. നമ്മൾ ഈ ആത്മീയതയുടെ ലൈനൊക്കെ പിടിച്ച് നമ്മുടെ വിചാരങ്ങളൊക്കെ ഇങ്ങനെ അടക്കി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ, ലോകത്തിൻ്റെ വ്യവസ്ഥിതികളുടെ മുൻപിൽ നിങ്ങളുടെ ഒറ്റ പ്രതികരണമേ ഉണ്ടാകാവൂ, മരിച്ച അവസ്ഥയിൽ. ക്രൂശിലൊന്നുമില്ല പ്രിയരെ, സൗന്ദര്യമില്ല, ക്രൂശിലൊന്നുമില്ല. ക്രൂശിൽ അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റിത്തന്ന് രൂപഗുണം നഷ്ടമായി, എല്ലാം തകർന്നവനായി. മരണം മാത്രമാണ് ക്രൂശ്. ലോകത്തിൻ്റെ വശീകരണങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിനൊരൊറ്റ വ്യവസ്ഥിതി, മരിച്ചവനെ പൊക്കി പറഞ്ഞാലും താഴ്ത്തി പറഞ്ഞാലും അവന് വിഷയമല്ല. മരിച്ചവൻ്റെ മുമ്പ് നമ്മൾ ഇന്നലെ രാത്രി കൂടിയപ്പോൾ സംസാരിച്ചല്ലോ, മരണശേഷം എന്തും പറയാമെന്ന് അല്ലേ? മരിച്ചു കഴിഞ്ഞാൽ പൊക്കി ശുപാർശ പറഞ്ഞു, മരിച്ചു കഴിഞ്ഞാൽ ആരും പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും പറയത്തില്ല എന്ന്. കുറ്റം ഉണ്ടെങ്കിലും പറയുകയില്ല. പറഞ്ഞാൽ തന്നെ ഇവൻ എഴുന്നേറ്റ് വന്ന് അടിക്കുകയില്ല. കാരണം നമ്മൾ മരിച്ചതാ. പക്ഷേ പഴയ മനുഷ്യൻ വീണ്ടും ഉയർത്തിട്ട് ആത്മീയതയുടെ വേഷം ധരിച്ച് അകത്തിരിക്കുമ്പോൾ നമുക്കൊന്ന് മടങ്ങി വരാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കാം. എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിലൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം. ക്രൂശ് ത്യജിക്കുന്ന, ക്രൂശിൽ നിന്ന് ഇറങ്ങുന്ന, ക്രൂശിനെ നിസാരവൽക്കരിക്കുന്ന, ഒരിക്കൽ വിട്ടെറിഞ്ഞത്, ഒരിക്കൽ ഉപേക്ഷിച്ച സ്വഭാവങ്ങൾ, ഒരിക്കൽ ഉപേക്ഷിച്ച പാപത്തിന്റെ പ്രമാണങ്ങൾ, ഒരിക്കലെല്ലാം മാറ്റിവെച്ചത്, മറ്റൊരു രൂപത്തിൽ ആത്മീയതയുടെ ഭാവത്തിൽ നമ്മുടെ സൈഡ് പിടിച്ചകത്ത് കയറി സഭ എന്ന ആ വലിയ മഹത്വത്തെ, സഭയുടെ മഹത്വത്തെ കെടുത്തിക്കളഞ്ഞ് നമ്മുടെ ആത്മീയ ജീവിതം തളർത്താൻ നോക്കുമ്പോൾ ഒരു വ്യക്തമായ മടങ്ങി വരവിന് നമ്മളെ ഏൽപ്പിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ. ലോകം, ജഡം, പിശാച് ഇവ നമ്മെ നിത്യം സ്വാധീനിച്ചു കൊണ്ടിരിക്കുമ്പോൾ വി ആർ ക്രൂസിഫൈഡ്. നമ്മൾ ക്രൂശിതരാണ്, നാം ക്രൂശിതരാണ്.
നാം ക്രൂശിതരാണ്. ലോകത്തിന്റെ വ്യവസ്ഥിതിയുടെ മുമ്പിൽ അതെനിക്കും ഞാൻ അതിനും ക്രൂശിക്കപ്പെട്ടവൻ എന്ന ബോധ്യത്തോടെ ജഡമുയരാൻ അനുവാദം കൊടുക്കാതെ നമുക്കൊരുമിച്ച് കർത്താവിലൊന്ന് ബലപ്പെടാം. ഒരു പാട്ടിന്റെ ഈരടികൾ ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ലോകം, പാപം, പിശാച് നമ്മളെ തൊടാത്ത ആ കർത്താവിന്റെ സംരക്ഷണത്തിൽ ചേർന്നിരുന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കരങ്ങൾ ചേർത്തടിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താമല്ലോ. ലോകം, പാപം, പിശാച് എന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം, പാപം, പിശാച് എന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ കൃപയേകിടണേ. വിദ്വേഷം ഇല്ലാതെ ജീവിക്കാൻ വരം നൽകിടണേ. ലോകം, പാപം, പിശാച് എന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം, പാപം, പിശാച് എന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഇന്നലെ പിന്നിയ ഉന്നത ശ്രേഷ്ഠ അന്യരായെന്നു മണ്ണിൽ, ഇന്നലെ പിന്നിയ ഉന്നത ശ്രേഷ്ഠ അന്യരായെന്നു മണ്ണിൽ. എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നതോ, എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നതോ, പൊന്നേശുവേ കൃപയാ, പൊന്നേശുവേ കൃപയാ. ലോകം, പാപം, പിശാച് എന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം, പാപം, പിശാച് എന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. നിർത്തിയതാണെന്നെ നിന്നതല്ല ഞാൻ എത്ര സ്തുതിച്ചിടണം, നിർത്തിയതാണെന്നെ നിന്നതല്ല ഞാൻ എത്ര സ്തുതിച്ചിടണം. നിന്ന പരിഹാസം ഏറെ സഹിച്ചു ഞാൻ, നിന്ന പരിഹാസം ഏറെ സഹിച്ചു ഞാൻ. എത്ര നാൾ കാത്തിടണം, എത്ര നാൾ കാത്തിടണം. ലോകം, പാപം, പിശാച് എന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം, പാപം, പിശാച് എന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഒന്നിക്കും ഒരു നാൾ സ്വർഗ്ഗകൂടാരത്തിൽ വന്നിക്കും ഞാൻ എന്നാളിൽ, ഒന്നിക്കും ഒരു നാൾ സ്വർഗ്ഗകൂടാരത്തിൽ വന്നിക്കും ഞാൻ എന്നാളിൽ. എന്തിന് പ്രിയന്റെ പൊന്മുഖം കാണുക, എന്തിന് പ്രിയന്റെ പൊന്മുഖം കാണുക. എന്റെ ആശയേറിടുന്നേ, എന്റെ ആശയേറിടുന്നേ. ലോകം, പാപം, പിശാച് എന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം, പാപം, പിശാച് എന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ലോകം, പാപം, പിശാച് എന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം, പാപം, പിശാച് എന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ.